അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ സയ്യിദിന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. കഅബയുടെ അടുത്ത് വെച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നത് ചുറ്റുപാടും മലകളാൽ പൊതിയപ്പെട്ട ഒരു താഴ്വരയാണ് മക്ക രാജ്യം. അവിടെ കൃഷിയുടെ അടയാളം പോലുമില്ല. അന്നും ഇന്നും അവിടെ കൃഷിയൊന്നും ചെയ്യുന്നില്ല. പവിത്രമെന്ന് അതിനെ വിശേഷിപ്പിച്ചതിൻ്റെ അർത്ഥം വളരെ പരിശുദ്ധമാണ്. അവിടെ പാപങ്ങൾ ചെയ്യുന്നത് വളരെ കുറ്റകരമാണ്. അമലുകൾ ചെയ്യുന്നത്, സാലിഹായ അമലുകൾ ചെയ്യുന്നത് വളരെയധികം പ്രതിഫലം ലഭിക്കുന്ന കാര്യവുമാണ്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ ആദ്യമായി അദ്ദേഹം പറയുന്നത്, അവർ നമസ്കാരം നിലനിർത്താൻ വേണ്ടി അവരെ ഞാൻ അഥവാ എൻ്റെ ഭാര്യയെയും മകനെയും ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നു. ഹജ്ജ് മുതലായ കഅബയുടെ അടുക്കൽ വെച്ച് ചെയ്യപ്പെടേണ്ടുന്ന മറ്റു കർമ്മങ്ങൾ അപ്രധാനങ്ങളാണെന്ന് കരുതേണ്ടതില്ല. അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി ഒന്നാമതായി സ്ഥാപിക്കപ്പെട്ട പള്ളി കൂടിയാണ് കഅബ മന്ദിരം. ആരാധനാ കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാകട്ടെ നമസ്കാര കർമ്മവുമാകുന്നു. ആ നിലക്ക് നമസ്കാരത്തെപ്പറ്റി അദ്ദേഹം ഈ പ്രാർത്ഥനയിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നു. മനുഷ്യരുടെ ഹൃദയങ്ങൾക്ക് അവരുടെ നേർക്ക് ചായ്വ് നൽകണം എന്നും ഫലവർഗങ്ങളിൽ നിന്ന് അവർക്ക് ഭക്ഷണം നൽകണമെന്നുമുള്ള അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്നതിൻ്റെ അനുഭവം തെളിവാണ്. ജാഹിലിയത്തിലും ഇസ്ലാമിലും തന്നെ മനുഷ്യഹൃദയങ്ങൾ മക്കയിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതും നാനാരാജ്യങ്ങളിൽ നിന്നുമായി എക്കാലത്തും വിവിധ ഫലവർഗങ്ങൾ അവിടെ സുഖമായി സുലഭമായി കിട്ടിക്കൊണ്ടിരിക്കുന്നതും നമുക്കറിയാവുന്നല്ലോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അന്ന് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന ആളുകൾക്ക്, ഹജ്ജിനും ഉംറക്കും പോയവർക്ക് അറിയാം. എത്ര പ്രാവശ്യം പോയാലും പിന്നെയും ഒന്നുകൂടി പോകണമെന്ന ആഗ്രഹം പോയവരിൽ ഉണ്ടാകുന്നുണ്ട്. എത്ര കണ്ടാലും മതി വരാത്ത ഒരു ചന്തം, ഒരു ഭംഗി ആ കഅബക്കുണ്ട് താനും. കഅബയുടെ ചുറ്റുമുള്ള മലകളിൽ നിന്ന് പൊട്ടിച്ചെടുത്ത പാറക്കല്ലുകളും അതിൻ്റെ ഓരങ്ങളിൽ കുമ്മായം ചേർത്ത് ഉള്ള ഒരു സമചതുരാകൃതിയിലുള്ള ഒരു ഭവനം, അതിന് താജ്മഹലിൻ്റെ ആ ഇതൊന്നുമില്ല. അതുപോലെ മറ്റ് ലോക അത്ഭുതങ്ങൾക്കൊക്കെ ഉള്ള മറ്റ് പ്രത്യേകതകളൊന്നും അതിനില്ല. എന്നിട്ടും കോടിക്കണക്കിന് ജനങ്ങൾ എത്രയോ കാലമായി ആ മന്ദിരം സന്ദർശിച്ചു കൊണ്ടിരിക്കുന്നു. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച കാലത്തോളം അത് തുടരുകയും ചെയ്യും. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.